ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പം നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പൊന്നൂനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇത്തവണ ഒരു ട്രഷർ ഹണ്ടിൻ്റെ മോഡലിലാണ് കേട്ടോ ഞങ്ങൾ ചെയ്തത്. അവൾക്ക് ഇന്നലെ സ്കൂളുണ്ടായിരുന്നു, ഹാഫ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾ സ്കൂളിൽ പോയ സമയത്താണ് ഞങ്ങളിതൊക്കെ അറേഞ്ച് ചെയ്തത്. സ്കൂളിൽ നിന്ന് വന്ന സമയത്താണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഗേറ്റിൽ മുതൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 11 ഗിഫ്റ്റും 10 ഗ്ലൂ ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ നോക്കി, നമ്മളെല്ലാ സംശയങ്ങളും തീർക്കുന്നത് യൂട്യൂബിൽ നോക്കിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട്. അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മളൊരു ഐഡിയ ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ആദ്യം തന്നെ ഈ 10 ക്ലൂ എഴുതി വെച്ച് അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാൻ അടുക്കളയിൽ ഓരോന്ന് ചെയ്യണ നേരത്ത് സീമയാണ് വന്ന് വേഗം എല്ലാ ഗിഫ്റ്റും നല്ല ഭംഗിയായിട്ടൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ്. അതിന് ശേഷം ഞാനും കൂടെ വന്നിട്ട് ഇത് എഴുതി വേഗം വേഗം ഞങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ട് അപ്പോഴേക്കും 12:30 എന്ന് പറയുന്ന സമയം പെട്ടെന്നായിട്ടാണ്. അപ്പോൾ ഒരു ഐഡിയയും ഇതിനെക്കുറിച്ച് ഇല്ലാതിരുന്നത് കാരണം ഒരു ചെറിയൊരു സൂചന പോലും ഞങ്ങൾ പൊന്നൂന് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൊടുക്കാതിരുന്നത് കാരണം അവൾ ആകെ അന്തം വിട്ടിട്ടാ എന്ത് ചെയ്യണം, എവിടെ പോയി അന്വേഷിക്കണം എന്നൊക്കെയുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പുറമെ നടന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു, കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ്. അങ്ങനെ അവസാനം അവളിങ്ങനെ ഓരോന്നായിട്ട് കണ്ടുപിടിച്ചിട്ടാ. ബാഗൊന്ന് താഴെ വെക്കാൻ പോലും ഉള്ള ക്ഷമയുണ്ടായിരുന്നില്ല, എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് അവൾ ബാഗൊക്കെ താഴെ വെച്ചത്. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ ഞങ്ങൾ അവളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടിയിലായിരുന്നു കേട്ടോ എല്ലാം ഒളിപ്പിച്ച് വെച്ചിരുന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ച ഓരോ ഗ്ലൂവിൻ്റെ അടുത്തും ഓരോ ഗിഫ്റ്റ് വെക്കാമെന്ന് കരുതിയേ. പിന്നെ ഗിഫ്റ്റിൻ്റെ വെയ്റ്റിനനുസരിച്ച് നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്, അല്ലെങ്കിൽ മതിലൊക്കെ വയ്ക്കുമ്പോൾ ഒട്ടിച്ച് വെക്കാനും പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാമെന്നും പറഞ്ഞ് അങ്ങനെ കൊണ്ടേ വെച്ചത് കേട്ടോ. എന്നാലും അത് കണ്ടുപിടിക്കാൻ അവൾ കുറച്ച് പാടുപെട്ടിട്ടാ. പിന്നെ ലാസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ അവൾക്ക്. ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളും അത്രയും നേരം കഷ്ടപ്പെട്ട് ആലോചിച്ച് സമയം മെനക്കെടുത്തി ഓരോന്ന് ചെയ്തത്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണെങ്കിലും നമുക്കതൊരു എന്താ പറയണ, ഒരു വിലമതിക്കാനാവാത്ത ഒരു നിമിഷങ്ങളാണല്ലേ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുമ്പോൾ. സാധാരണഗതിയിൽ ഒരു ഡ്രസ്സ് എടുക്കുക, പള്ളിയിൽ പോവുക, കേക്ക് കട്ട് ചെയ്യുക, അങ്ങനെ അങ്ങോട്ട് തീരൂട്ടാ. ഇത്തവണ പക്ഷേ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടാണ്. വേറെ ഒന്നുമില്ല കേട്ടോ, 2 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഇവർ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പഠിക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ കൂടെ ഇവരുണ്ടാവില്ല. പിന്നെ ഇവരെന്ന് വരും എന്ന് കരുതിയിട്ടാണ് നമ്മൾ കാത്തിരിക്കണത്. അപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പോൾ ഉള്ള സമയങ്ങൾ നല്ലപോലെ അങ്ങോട്ട് ഉപയോഗിക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക, അവർക്ക് വേണ്ട സന്തോഷം കൊടുക്കുക. അങ്ങനെ അങ്ങ് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചത്. പിന്നെ എൻ്റെ സീമയുടെയും ഒരു സ്വഭാവവും ഒരു ചിന്തകളെന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും ഒരുപോലെയൊക്കെ വരും കേട്ടോ. ഞങ്ങൾ ഒരേപോലെ ഒരേ സമയത്താണ് പറഞ്ഞത് ഇതുപോലെ എന്തെങ്കിലും ട്രഷർ ഹണ്ട് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ എന്താ പറയണ കൂട്ടുകാരൻ തന്നെ പറയാട്ടാ, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും BTS എന്ന് പറഞ്ഞാൽ അവൾക്ക് പ്രാന്താണ് കേട്ടോ. അപ്പോൾ BTSൻ്റെ സ്റ്റിക്കർ പിള്ളേർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടാണ് അവൾക്ക് എല്ലാത്തിനേക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷമായത് കേട്ടോ. അപ്പോൾ റോസ് ഗോൾഡിൻ്റെ ഒരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും മമ്മ ഇത് ഗോൾഡാണോ എന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ പറഞ്ഞ് ഗോൾഡ് അല്ലാന്ന് പറഞ്ഞപ്പോൾ ഗോൾഡ് എങ്ങാനും വാങ്ങിച്ചിരുന്നെങ്കിൽ, അവൾക്കറിയാം അതൊന്നും ഇപ്പോൾ നടക്കണ കാര്യമല്ലാന്ന്. പിന്നെ എന്തിനേക്കാളും കെട്ടിപ്പിടിച്ച് നിൽക്കണ കണ്ടില്ലേ BTSന്, എൻ്റെ ബി ടി എസ് ആർമി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ ചെറിയൊരു പോർഷൻ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.